ബഹുമാനപ്പെട്ട തൃശ്ശൂർ കോയിൻ സൊസൈറ്റിയുടെ നേതൃത്വ സ്ഥാനത്ത് പ്രസിഡന്റായിരിക്കുന്ന സേതുമാധവൻ, സെക്രട്ടറി ജോഷിച്ചേട്ടൻ, മറ്റ് കമ്മിറ്റി അംഗങ്ങളെ, മെമ്പേഴ്സായിട്ട് ഇന്നത്തെ മീറ്റിങ്ങിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. റോമൻ കോയിനെ കുറിച്ച് ക്ലാസ് എടുക്കാൻ കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഒരു വ്യക്തി നമ്മുടെ തിരുവനന്തപുരത്തുള്ള ശശിഭൂഷൺ സാറാണ്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ എറണാകുളത്ത് വന്ന അദ്ദേഹം ഒരു ക്ലാസ് നൽകിയിരുന്നു. അപ്പം അതിനെയൊക്കെ താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ ഈ രംഗത്തുള്ള അറിവ് വളരെ പരിമിതമാണ്. എങ്കിലും ഉള്ള അറിവുകൾ നമുക്കെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് ഷെയർ ചെയ്യാം എന്നാണ് കരുതുന്നത്. എല്ലാവരും ഈ മേഖലയിൽ വർഷങ്ങളായിട്ട് കോയിൻ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. എല്ലാവർക്കും തന്നെ നല്ലൊരു കളക്ഷനുണ്ട്. എന്നാലും ഏറ്റവും പഴമയിലേക്ക് പോയി കളക്ട് ചെയ്യുക എന്നുള്ളത് ഒരു പുതുമ തന്നെയാണത്. നമ്മുടെ ഓരോരുത്തരുടെ സാമ്പത്തിക സാഹചര്യം, രണ്ടാമത്തെ ഈ മേഖലയിലുള്ള ഇതിനെക്കുറിച്ച് ആഴത്തിൽ കടന്ന് ചെല്ലണമെന്നുള്ള ഇച്ഛാശക്തി, കൂടുതലായിട്ട് കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഓരോ തീമും അല്ലെങ്കിൽ ഓരോ കാലഘട്ടങ്ങളിലെ കോയിനും കണ്ടെത്തി അതിൻ്റെ കളക്ഷൻ നമ്മൾ ആരംഭിക്കുന്നത്. പക്ഷെങ്കിൽ പുതിയ തലമുറയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അധികം പേരും ഈ രംഗത്തേക്ക് കടന്നു വരുന്നതായിട്ട് കാണുന്നില്ല. എങ്കിൽ നമ്മളുടെ ഈ ഒരു ഹോബി, നമ്മൾ കളക്ട് ചെയ്ത ചരിത്രപരമായ സംഗതികൾ നമ്മുടെ നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ പ്രദേശത്തു നിന്നോ കൈവിട്ടു പോകാതെ സംരക്ഷിക്കുക എന്നുള്ളത് എല്ലാവരെയും സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി തന്നെയാണത്. റോമൻ കോയിനും അല്ലെ ഗ്രീക്ക് കോയിനും ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വേൾഡിലെ തന്നെ ഏകദേശം ആദ്യത്തെ കോയിനുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കോയിൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് വരുന്നതിന് മുമ്പ് ഈ സെലിറ്റിക് റിങ്, അതായത് വളയങ്ങൾ ഉണ്ടാക്കി അതാണ് ഒരു വാല്യൂ ആയിട്ട് കരുതി ക്രയവിക്രയങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നൊരു BC 600 കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു. എന്നാലൊരു BC 4-ാം നൂറ്റാണ്ടിലാണ് ആദ്യത്തെ കോയിൻ, റോമൻ നാണയങ്ങളാണ് മിന്റ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കോയിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കുന്നതിന് മുമ്പ് റോമാ ചരിത്രത്തെ കുറിച്ചൊരു ഏകദേശം ഒരു രൂപം നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. റോമാ സാമ്രാജ്യം എന്നുള്ള ഒരു വാക്കിലൂടെ അഗസ്ത്യൂസ് സീസർ, അതായത് BC 27 റോമ സാമ്രാജ്യം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് 2 കാലഘട്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് റോമൻ കിങ്ഡം, അത് ഏകദേശം BC 735 ആരംഭിക്കുന്നത്. അതിൻ്റെ ആരംഭിക്കാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഞാനതിൽ വിശദമായിട്ട് പറയാം. അതിനുശേഷം BC 200 വർഷങ്ങൾക്ക് ശേഷം BC 500-കളുടെ അവസാനമാണ് റോമൻ റിപ്പബ്ലിക് എന്നുള്ളൊരു കാലഘട്ടം വരുന്നത്. അതാണ് അഗസ്ത്യൂസ് സീസറിന്റെ കാലമായ BC 27 വരെ, ഏകദേശം 500-ൽ പരം വർഷങ്ങൾ നീണ്ടുനിന്ന കാലം. ഈ രാജഭരണം, റിപ്പബ്ലിക്, സാമ്രാജ്യത്വം, ഇത് മൂന്നിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറെ പേരുകളൊക്കെ ഉണ്ട്. അപ്പൊ ആ പേരുകൾ റെഫർ ചെയ്യാനായിട്ട് ഞാനത് മൊബൈലിൽ നിന്ന് യൂസ് ചെയ്യുന്നുണ്ട്. റോമിന്റെ ആസ്ഥാനം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്നത്തെ ഇറ്റലിയാണ്. ഇറ്റലിയിലെ റോം എന്നുള്ള നഗരമാണ് റോമിന്റെ സാമ്രാജ്യത്തിന്റെ ആസ്ഥാനം. അത് റോം എന്നാണ്, ഇന്നും അത് റോം എന്നാണ് അറിയപ്പെടുന്നത്. ആ പ്രദേശത്തുണ്ടായിരുന്നൊരു ട്രോയ് എന്നുള്ളൊരു രാജവംശം ഉണ്ടായിരുന്നു. ട്രോയിലെ ഐനിയാസ് എന്നുള്ളൊരു രാജാവിന്റെ മകനായ അക്സാനിസ് സ്ഥാപിച്ച ഐതിഹാസിക പട്ടണമാണ് അൽബ. എന്ന് പറയുന്നത് ഇന്നത്തെ റോമിന്റെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്ന ഒരു പട്ടണമാണ്. ഈ അൽബയിലെ
രാജാവായ ന്യൂമിറ്റർ സിൽവിയ എന്നുള്ള ഒരു രാജാവായിരുന്നു അവിടെ ഭരണം നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഈ ന്യൂമിറ്റർ സിൽവിയായും അദ്ദേഹത്തിന്റെ സഹോദരനും തമ്മിലൊരു ശത്രുത. എപ്പോഴും ഹോമസാമ്യത്തെ കുറിച്ച് പറയുമ്പോൾ മറ്റുള്ള ആളെ പരാജയപ്പെടുത്തി ഭരണം പിടിച്ചെടുക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ് നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അപ്പം അവിടുത്തെ പട്ടണത്തിൽ അൽബയിലെ രാജാവായ ന്യൂമിറ്റർ സിൽവിയ ആണ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹവുമായിട്ട് ശത്രുതയിലായി ഭരണം പിടിച്ചെടുത്തപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മകൾ ഉണ്ടായിരുന്നു, റിയ സിൽവിയ. അത് വളരെ ചെറിയ കുട്ടിയായിരുന്നു. അപ്പൊ റിയ സിൽവിയയാണ് പിന്നീട് അവരുടെ മക്കള് ഈ രാജാവായി ഭരണം പിടിക്കും എന്നുള്ള ഇത് ഒഴിവാക്കാനായിട്ട് അന്ന് റോമിലൊരു സിസ്റ്റം, അല്ലെങ്കിൽ ആ പ്രദേശത്ത് ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു, വെസ്റ്റൽ കന്യക. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, എൻ്റെ സഹോദരന്റെ മകളെ വെസ്റ്റൽ കന്യകയാക്കിയാൽ വെസ്റ്റൽ കന്യക എന്ന് വെസ്റ്റൽസ് എന്ന് പറയുന്നത് ഒരു ദേവതയാണ്. ആ ദേവത എന്ന് പറയുന്നത് അടുപ്പിലെ തീയും അതിൻ്റെ ജ്വാലയും അത് അതിനെ ആരാധിക്കുന്ന ഒരു ദേവതകൾ, അതാണ് അവരുടെ ഒരു സിംബൽ. അപ്പം അതിൻ്റെ വെസ്റ്റൽസായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അപ്പം ഇന്ന് ഏകദേശം പറയുവാണെങ്കിൽ ഇവരാണ് നമ്മുടെ ഇന്നത്തെ കന്യാസ്ത്രീകളുടേതായിട്ടുള്ള ഒരു ഇത്. അവര് വളരെ യങ് ഏജിൽ തന്നെ ഈ വെസ്റ്റൽ കന്യയായിട്ട് പലരിൽ നിന്ന് പല അതിനു വേണ്ടിയിട്ട് വളരെയധികം ആളുകൾ വെസ്റ്റൽ കന്യയാകാനായിട്ട് അല്ലെങ്കിൽ തയ്യാറായി നിൽപ്പുണ്ട്. എങ്കിലും അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏതാനും പേർക്ക് മാത്രമേ ഈ വെസ്റ്റൽ കന്യയായിട്ട് ഉള്ള ഒരു സ്ഥാനം കൊടുക്കുകയുള്ളൂ. അപ്പൊ അവര് ആ സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ 30 വർഷക്കാലം വെസ്റ്റൽ കന്യയായിട്ട് പിന്നെ തുടരുക. 30 വയസ്സ് എന്ന് പറയുമ്പോൾ സാധാരണ 10 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് ഈ വെസ്റ്റൽ കന്യയായിട്ട് എടുക്കുന്നത്. അപ്പം ഏകദേശം 40 വയസ്സിന് ശേഷം വേണമെങ്കിൽ അവർക്ക് ഈ വെസ്റ്റൽ വിർജിനായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വീണ്ടും വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം എന്നുള്ള ഇതുണ്ടായിരുന്നു. അപ്പൊ അവരെ വളരെ ഉന്നതമായ പദവിയിലാണ് അന്നത്തെ രാജാവ് അവരത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഉന്നതമായ പദവിയിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെ അവർക്ക് പെൻഷനും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഈ BC 700-കളിലാണ് ഇത് തുടക്കം, 735-ലാണ് ഇതിന്റെ ആരംഭം. അതിന് വളരെ കാലം മുമ്പ് തന്നെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ആ സിസ്റ്റത്തിന്റെ ചരിത്രപരമായ തെളിവുകൾ റോമൻ കോയിനിൽ പിൽക്കാലത്ത് AD 300-300-കളിലെ ഒക്കെ ഉള്ള റോമൻ കോപ്പറുകളില് വെസ്റ്റൽ ബ്രിഡ്ജിന്റെ പ്രിന്റ് ഇമേജ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഒന്ന് എടുക്കാനായിട്ട് ഞാൻ സാധിച്ചില്ല. എൻ്റെ കയ്യിലുള്ള 1-2 കോയിനുകളിൽ അതുകൊണ്ടാണ്. അപ്പൊ അതൊരു ചരിത്രപരമായ തെളിവാണ് എന്നുള്ളത് അതിനുള്ള ഒരു കോയിനുകളിൽ അത് ആ ചിത്രാലയം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഈ സിൽവിയ രാജാവിന്റെ മകളായ റിയ സിൽവിയ അദ്ദേഹത്തിന്റെ സഹോദരൻ യുദ്ധത്തിലൂടെ പിടിച്ചെടുത്തിട്ട് ഇദ്ദേഹത്തിന്റെ മകൾക്കാണല്ലോ വീണ്ടും പിന്നീട് രാജാവി വരാൻ സാഹചര്യം ഉണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ റിയ സിൽവിയെ വെസ്റ്റൽ കന്യയാക്കി. അപ്പൊ വെസ്റ്റൽ വിർജിൻ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ വെസ്റ്റൽ കന്യയാക്കിയതിന് ശേഷം ഇദ്ദേഹം ഭരണം തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇവള് റിയ സിൽവിയ അതീവ സുന്ദരിയായ കാരണം ഇതൊരു മിത്ത്, അതായത് മിത്തിനെ കുറിച്ചൊക്കെ നമ്മളെ കേട്ടില്ല. അതായത് മിത്തെന്ന് പറയുന്നത് അതിന്റെ ഒരു മിത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റവാക്കി പറയുകയാണെങ്കിൽ സത്യമല്ലാത്ത ഒരു വിശ്വാസം. അപ്പൊ ഇതൊരു ഐതിഹ്യ കഥയാണെന്ന് വേണമെങ്കിൽ നമുക്കിത് അനുമാനിക്കാം. ഈ റിയ സിൽവിയയില് അന്നത്തെ വീനസ്, അതായത് നമ്മുടെ ചൊവ്വ ദേവൻ, ഈ റോമാൻ സാമ്രാജ്യത്തിലുള്ളവര് ഈ AD 300-കളുടെ ആരംഭത്തില് കോൺസ്റ്റന്റൈൻ 1-ാമൻ ചക്രവർത്തിയാണ് ഔദ്യോഗികമായിട്ട് ക്രിസ്തു മതമാണ് റോമാ സാമ്രാജ്യത്തിന്റെ ഔദ്യോഗിക മതം എന്നുള്ള രീതിയിൽ ക്രിസ്തുമതം പ്രോത്സാഹിപ്പിക്കുകയും ബൈബിളിന് ഏകദേശം ഒരു രൂപം കൊടുക്കുകയും ചെയ്ത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയാണ്. ആ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്തിന് മുമ്പ് ഇത് ബഹുദൈവങ്ങളെ ആരാധിക്കുന്നതായിട്ടുള്ള ഒരു പാരമ്പര്യമായിരുന്നു റോമാ സാമ്രാജ്യക്കാർക്ക് ഉണ്ടായിരുന്നത്.
അപ്പം അതിലൊരു ദേവനായിരുന്നു വീനസ് ദേവൻ. അപ്പൊ ഈ വീനസ് ദേവനെ റിയാ സിൽവയെ വശീകരിച്ച് അതില് 2 കുട്ടികൾ അവിടെ പ്രസവിച്ച് 2 കുട്ടികളുണ്ടായി. അവരാണ് റോമുലൂസും റമസും. ഈ റോമുലൂസും റമസും ഉണ്ടായത് അറിഞ്ഞിട്ട് ഈ സിൽവിയ രാജകുമാരന്റെ സഹോദരനായിരുന്നല്ലോ ഒന്ന് ഭരണം നടത്തിയിട്ടുണ്ട്. അപ്പൊ ആ സഹോദരന് ഈ കുട്ടികളെ വളരാൻ അനുവദിക്കില്ല എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടികളെ 2 നദിയിൽ എറിഞ്ഞെന്നാണ് പറയപ്പെടുന്നത്. നദിയിൽ എറിഞ്ഞപ്പോൾ അന്നത്തെ നദീദേവനായിരുന്നു ടൈബർ എന്ന് പറയുന്ന ഒരു ദേവൻ. ഈ ടൈബർ ദേവന് ഈ കുട്ടികളെ രക്ഷിച്ചു, നദിയിൽ നിന്ന് രക്ഷിച്ച് ഒരു ചെന്നായിക്ക് മുല കുടിക്കാനായിട്ട് ചെന്നായി ഏർപ്പാടാക്കി. ചെന്നായി മുല കുടിച്ച് പിന്നീട് ഒരു മരപ്പെട്ടി ഈ കുട്ടികളെ വളർത്തി. അതിനുശേഷം ഒരു ആട്ടിടയൻ ഈ കുട്ടികളുടെ സംരക്ഷണം ഏറ്റെടുത്തു എന്നുള്ളതാണ് ചരിത്രം. അപ്പൊ ആ ചെന്നായി കുട്ടികളെ പാല് കൂട്ടുന്നതായിട്ടുള്ള ഒരു കൊയിനുണ്ട്. അത് ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അത് BC നൂറ്റാണ്ടുകളിൽ അത് അല്പമെങ്കിലും നടന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് AD 200-കളിലും 300-കളിലും ഉണ്ടായിരുന്ന റോമ ചക്രവർത്തിമാരുടെ അവരുടെ കൊയിനിൽ ആലേഖനം ചെയ്തിട്ടുണ്ട്. ഇതിപ്പം 301 300-കൾക്ക് ശേഷം റോമ ഭരിച്ച കോൺസ്റ്റന്റൈൻ I ചക്രവർത്തിയുടെ കൊയിനിലുള്ള ഒരു ചെന്നായി കുട്ടികൾക്ക് പാല് കുടിക്കുന്നതായിട്ടുള്ള കൊയിനാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. അത് കാണാം. അപ്പൊ ഈ കുട്ടികള് ചെന്നായി പാലൂറ്റി വളർത്തി. പിന്നീട് അവരുടെ സംരക്ഷണം ഒരു മരപ്പെട്ടി ഏറ്റെടുത്തു. പിന്നീട് ഒരു ആട്ടിടയന്റെ സംരക്ഷണയിലായി. ആട്ടിടയന്റെ സംരക്ഷണയിൽ ഈ 2 കുട്ടികൾ റൊമലൂസും റമ്യൂസും അവര് വളർന്ന് വലുതായപ്പോൾ വളരെ ബുദ്ധിമാന്മാരായ കുട്ടികളായിരുന്നു. കാരണം രാജവംശത്തിലും പിന്നെ ദേവന്മാരിലും ഉണ്ടായ കുട്ടികളായിരുന്നു. അവർ ശക്തരും ജ്ഞാനികളുമായിരുന്നു. അവര് തങ്ങളുടെ പൂർവ്വചരിത്രം എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ തങ്ങൾ ഈ മോശക്കാരല്ല, തങ്ങളും ഉന്നത കുല ജാതരാണെന്ന് മനസ്സിലാക്കി ഇവർ യുവാക്കളെ എല്ലാം സംഘടിപ്പിച്ച് തൻ്റെ മുത്തച്ഛനെ തകർത്ത മുത്തച്ഛൻ്റെ സഹോദരനായ ആളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇവർ വീണ്ടും റോമാ സാമ്രാജ്യത്തിൻ്റെ ഭരണം റമലൂസില്ല സിൽവിയായിക്ക്, ഇവരുടെ മുത്തച്ഛനായ സിൽവിയായിക്ക് കൈമാറി. ആ സിൽവിയായുടെ കാലഘട്ടത്താണ് ഒരു നഗരം പണിയണം എന്നുള്ള ഒരു ആശയം ഉടലെടുക്കുന്നത്. ചെറുപ്പക്കാരായ ആളുകളും എല്ലാം കൂടി ഈ റൊമലൂസിന്റെയും റമസിന്റെയും നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു നഗരം പണിയാനായിട്ട്, റോമാ നഗരം പണിയാനായിട്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെയാണ് റോമാ നഗരത്തിന്റെ ഒരു ചരിത്രത്തിന്റെ ആരംഭം എന്നുള്ള ചരിത്രത്തിൽ നമ്മൾ രേഖപ്പെടുത്തി മനസ്സിലാക്കുന്നത്. അപ്പൊ അതിനോടൊക്കെ വേറൊരു സംഭവം നടന്നു. അപ്പൊ ഇത് റൊമലൂസും റമസും തമ്മിൽ പട്ടണം പണിയാനായിട്ട് ആരംഭിച്ചപ്പോൾ ഇതെവിടെ പട്ടണം പണി ആരംഭിക്കണം എന്നുള്ളതൊരു തർക്കമായി. അപ്പൊ അവരെന്ത് ചെയ്തിരുന്നു, അടുത്തുള്ള ഒരു കുന്നിൻ മുകളിൽ പോയിട്ട് അവരുടെ ദേവന്മാരോട് പ്രാർത്ഥിച്ച് അവിടുന്ന് കിട്ടുന്ന നിർദ്ദേശപ്രകാരം പട്ടണം പണിയാനായിട്ടാണ് അവർ തീരുമാനിച്ചത്. അപ്പൊ അതിന് പ്രകാരം കുന്നിൻ മുകളിൽ പോയി അവരവരുടെ ദേവനോട് പ്രാർത്ഥിച്ചപ്പം ഇളയവനായ റമസ് അവിടെ നിന്നപ്പോൾ ആ പ്രദേശത്ത് 6 കഴുകന്മാര് അവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പുള്ളിക്കത് മനസ്സിലാക്കി. അപ്പം ഇവരുടെ പിതാവായ വീനസ് ദേവന്റെ ഔദ്യോഗിക ചിഹ്നമായിരുന്നു കഴുകൻ. അപ്പൊ ആ കഴുകൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവിടെ പണി തുടങ്ങാമെന്ന് അദ്ദേഹം വാദിച്ചു. അതുപോരാ, ഞാൻ കണ്ടത് 12 നഗരങ്ങളെ കാണുന്നു എന്നുള്ളത് ഒരു രീതിയിൽ റമലൂസും അവിടെ വാദമുണ്ടായി. അപ്പൊ ആ വാദം ഉണ്ടായപ്പോൾ ആളുകളെ അന്വേഷിപ്പിക്കാനായിട്ട് ഇവർ തന്നെ തീരുമാനിച്ചു. ഇപ്പോഴത്തെ റമലൂസ് കണ്ട 12 പട്ടണങ്ങളിലെ 12 കഴുകന്മാരെ നിൽക്കുന്നതായിട്ട് അവർ സാക്ഷ്യപ്പെടുത്തി. 12 കഴുകന്മാർ നിൽക്കുമ്പോഴത്തേക്കിന് ഇവിടെ 6 കണ്ട, അപ്പുറത്ത് 12 കണ്ടപ്പോഴത്തേക്കിന് അവിടെ തുടങ്ങാമെന്നുള്ള 2 വാഗ്വാദങ്ങൾ ഉണ്ടായി. വാഗ്വാദങ്ങൾക്കൊടുവിൽ അതൊരു ശത്രുതയിലേക്ക് നീങ്ങി. സഹോദരനായ റമസിന്റെ വാക്ക് കേൾക്കാതെ റമലൂസ് പട്ടണം പണിയാനായിട്ട് കിടങ്ങുകൾ എടുത്തു. അപ്പം ആ കിടങ്ങിന് മുകളിലൂടെ റമസ് ചാടിക്കടന്നത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതിന്റെ പേരിൽ വാഗ്വാദം ഉണ്ടായി.
അത് ചെറിയ യുദ്ധത്തിൽ കലാശിച്ച് സഹോദരൻ അതിനകത്ത് കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് റമസ് എന്നയാള് കൊല്ലപ്പെട്ടു. റമസ് കൊല്ലപ്പെട്ടപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു പശ്ചാത്താപം തോന്നി, തന്റെ സഹോദരനെ ഈ കാര്യത്തിന് വേണ്ടി കൊല്ലപ്പെടുത്താൻ പാടില്ലായിരുന്നു എന്നുള്ള അടിസ്ഥാനത്തിൽ ശവം മാന്യമായ രീതിയിൽ മറവ് ചെയ്തു എന്നുള്ളതാണ് ഈ ചരിത്രത്തിൽ നമുക്കത് വായിച്ചെടുക്കുവാനായിട്ട് സാധിക്കുന്നത്. അതിനുശേഷം റമല്യൂസ് പടുത പട്ടണമാണ് റോമാ നഗരം. ആ റോമാ നഗരത്തിലെ ഏകദേശം ഈ റമല്യൂസും അവരുടെ പിൻഗാമികളും എല്ലാമായിട്ട് 200 വർഷക്കാലം അവരുടെ ആ രാജവംശം അവിടെ തുടങ്ങി. ആ 200 വർഷങ്ങൾക്ക് ശേഷം 200 വർഷമായപ്പോഴത്തേക്കും രാജവംശത്തിന് ചെറിയ ഇളക്കങ്ങളും കോട്ടങ്ങളും, അതായത് ഈ രാജവംശം എന്ന് പറയുമ്പോഴത്തേക്കിന് അതിനകത്തൊരു ഏകാധിപത്യം കടന്നുകൂടി. ഏകാധിപത്യം അപ്പൊ ജനങ്ങളെ നമ്മൾ ഈ BC 200 പറഞ്ഞാലും ജനങ്ങളെല്ലാം പ്രബുദ്ധരായിരുന്നു. അന്നും ആ പ്രദേശത്ത് പട്ടണം ഉണ്ടായിരുന്നു. നമ്മൾ അപ്പം ഏകദേശം ഇന്നത്തെ ഈ BC 200 എന്ന് പറയുമ്പം ഏകദേശം 2700 വർഷങ്ങൾക്ക് മുമ്പുള്ള കാലഘട്ടമാണ്. അപ്പൊ അന്നും പട്ടണം ഉണ്ടായിരുന്നു, ജനങ്ങളെല്ലാം പ്രബുദ്ധരായിരുന്നു. അപ്പം ജനങ്ങൾ ഏകാധിപത്യത്തിലെ മടുത്തപ്പോഴാണ് ഇതിനൊരു അന്തിമം വേണമെന്നുള്ള രീതിയിൽ അവരെ പരാജയപ്പെടുത്തി ഒരു സെനറ്റ് രീതിയിലുള്ള ഒരു ജനാധിപത്യ രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ടുവന്നു. അപ്പൊ ആ സെനറ്റിന്റെ പ്രതിനിധിയായിട്ട് ഉള്ള ഒരാള് രാജാവാവുകയും ചെയ്യും. പക്ഷെങ്കിൽ അത് ഏകാധിപതിയല്ല. ഈ സെനറ്റ് എന്ന രൂപീകരണം എങ്ങനെയാന്ന് ചോദിച്ചാല് പല കുടുംബങ്ങളുണ്ട്. ഒരു കുടുംബത്തിലെ നാഥൻ ആ കാരണവര്. അപ്പം പല കുടുംബങ്ങൾ കൂടിയ പല കാരണവന്മാർ കൂടിയതിൽ അതിൽ നിന്ന് നേതാവായിട്ട് അല്ലെങ്കിൽ ഒരു ലീഡറായിട്ട് ഒരു കാരണവരെ തിരഞ്ഞെടുക്കും. അപ്പൊ അതിനുശേഷം ഈ പല കാരണവന്മാരിൽ നിന്ന് ഉള്ളതാണ് ഒരു സെനറ്റ് അംഗം എന്ന് പറയുന്നത്. പല കാരണവന്മാർ കൂടി ഒരു സെനറ്റിനെ എടുക്കുക. അങ്ങനെ പല സെനറ്റ് കൂടിയാണ് രാജാവിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ ഈ BC 500-കളിൽ ഒരു ഭരണ സംവിധാനം നിലവിൽ വന്നു. ആ ഭരണ സംവിധാനമാണ് ജൂലിയസ് സീസറുടെ കാലത്ത്. ജൂലിയസ് സീസർ എന്ന് പറയുമ്പം ഏകദേശം BC 30-കളിലാണ് മരണമടയുന്നത്. കൊല്ലപ്പെടുകയായിരുന്നു ചെയ്യുന്നത്. അത്രയും കാലം തുടർന്നുകൊണ്ട് പോകുന്നു. അതിലും ജനങ്ങൾ ആ സമയത്തും ഈ ഏകാധിപത്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ ഒരു പരിധിവരെ സെനറ്റിന് കുറെ അധികാരം ഉണ്ടായത് കാരണം പൂർണ്ണമായ ഏകാധിപത്യം നടക്കുവാനായിട്ടും റോമാ സാമ്രാജ്യത്തിന് സാധിച്ചിരുന്നില്ല. പിന്നീടാണ് ജൂലിയസ് സീസറിന്റെ കൊല്ലപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിന്റെ വളർത്തുപുത്രനായിരുന്നു അഗസ്ത്യൂസ് സീസർ കൊല്ലപ്പെടുമ്പോൾ വളരെ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പൊ ആ വിദ്യാഭ്യാസം ചെയ്തുകൊണ്ടിരുന്ന കുട്ടി തന്നെ ഒരു ഭരണ നേതൃത്വത്തിലേക്ക് വരാനായിട്ട് ഉള്ള ഒരു പ്രാപ്തി ഇല്ലായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, തൻ്റെ പിതാവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളായിരുന്ന മാർക്ക് ആന്റണിയെ കുറിച്ചൊക്കെ നമ്മൾ മാർക്ക് ആന്റണിയുടെ കൊയിനൊക്കെ ഉണ്ട്. മാർക്ക് ആന്റണിയുടെ കൊയിന് അത് ഞാൻ രാവിലെ നോക്കിയിട്ട് കണ്ടില്ല, അതാണ് കൊണ്ടുവരാനായിട്ട് പറ്റിയില്ല. അത് ഒരു സൈഡിലെ ഒരു തോണി, രണ്ടാമത്തെ സൈഡില് ഒരു പനയോല, അതാണ് മാർക്ക് ആന്റണി കൊയിന്റെ ആഗ്രഹം ചെയ്തിരിക്കുന്ന ചിത്രങ്ങൾ. അപ്പൊ മാർക്ക് ആന്റണി റോമാ സാമ്രാജ്യത്തെ 3 മേഖലകളായിട്ട് തിരിച്ചു. ഒന്ന് യൂറോപ്പ് ഉൾപ്പെടുന്ന പ്രധാന മേഖല, അതിന്റെ ആസ്ഥാനം റോമിലാണ്. അതിന്റെ ആധിപത്യം അഗസ്ത്യൂസ് സീസർ ഏറ്റെടുത്തു. ഈ കിഴക്കിന്റെ, അതായത് ഇന്നത്തെ ഇസ്രയേല്, തുർക്കി, അതുപോലെ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ട് ഉൾപ്പെടുന്ന ആ പ്രദേശങ്ങളുടെ ഭരണാധികാരിയും മാർക്ക് ആന്റണി കൊടുത്തു. അതുപോലെ തന്നെ മൂന്നാമത്തേത് ഈജിപ്ത് ഉൾപ്പെടുന്ന ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ. ഈ ഭാഗങ്ങള് അത് ലെപ്പിഡസിന് കൊടുത്തു. അപ്പൊ ഈ 3 പേരുടെ നേതൃത്വത്തിലായിരുന്നു ഇങ്ങനെ ഭരണം നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഭരണം നടന്നുകൊണ്ടിരുന്നപ്പോഴും അഗസ്ത്യൂസ് സീസർ സമർത്ഥനായിരുന്നു. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു,
സെനറ്റ്, അത് 60 സെനറ്റുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ആ സെനറ്റിൽ ഭൂരിപക്ഷമുള്ള ആളാണല്ലോ ചക്രവർത്തിയാകുന്നത്. അപ്പം സെനറ്റിനെ ഒരു പരിധി വരെ അദ്ദേഹം കൈപ്പിടിയിൽ ഒതുക്കി. 60 സെനറ്റ് അംഗങ്ങളെന്നുള്ളത് 28 അദ്ദേഹം അത് ചുരുക്കി. പിന്നെ പ്രശ്നബാധിത പ്രദേശങ്ങളും അപ്പോഴും ചക്രവർത്തിമാരുടെ ഭരണത്തില് അസംതൃപ്തരായ ജനങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ സെനറ്റ് അംഗങ്ങളുടെ ഒരു ഭരണം ഉണ്ട്. കാരണം ഏകാധിപത്യം പൂർണ്ണമായിട്ട് നടപ്പാക്കാനായിട്ട് സാധിക്കില്ലായിരുന്നു. അപ്പം എന്ത് ചെയ്തിരുന്നു, അഗസ്റ്റ്യൂസ് സീസർ അതിബുദ്ധിമാനായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തിരുന്നു, സെനറ്റ് അംഗങ്ങളുടെ എണ്ണം കുറച്ച് 60-ൽ നിന്ന് 28 പ്രശ്നബാധിത പ്രദേശങ്ങളുടെ എല്ലാം ഭരണം അദ്ദേഹം ഏറ്റെടുത്തു. വലിയ പ്രശ്നങ്ങളില്ലാത്ത സ്ഥലത്ത് ഈ സെനറ്റ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഭരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പ്രശ്നം ഉള്ള സ്ഥലത്ത് ചക്രവർത്തിക്ക് കൂടുതൽ അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രശ്നം ഒരു പരിധി വരെ ഒഴിവാക്കാം എന്നുള്ള ഒരു പ്രതീതി മറ്റ് സെനറ്റ് അംഗങ്ങളിൽ വരുത്തിയതിനു ശേഷം സെനറ്റ് ഈ അഗസ്റ്റ്യൂസ് സീസർക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്ത് ഒടുവിൽ സെനറ്റ് അംഗങ്ങളൊന്നും അല്ലാതായി. സർവവും അഗസ്റ്റ്യൂസ് സീസറിലേക്ക് വന്നു. അതാണ് ചക്രവർത്തി ഭരണം. അഗസ്റ്റ്യൂസ് സീസറിന്റെ കാലത്ത് BC 27 ആരംഭിച്ച് AD 14 അദ്ദേഹം മരിക്കുന്നവർ ഒന്നാം ചക്രവർത്തി എന്നുള്ള രീതിയിൽ ചരിത്രത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ആ കാലഘട്ടത്താണ് യേശുക്രിസ്തുവിന്റെ ജനനം. അതിനുശേഷം BC 14 രണ്ടാമത് ടൈബേറിയസ് സീസർ അധികാരത്തിൽ വരുന്നത്. ആ സമയത്താണ് യേശുക്രിസ്തുവിന്റെ മരണം. ടൈബേറിയസ് സീസർ ചക്രവർത്തി എന്നുള്ള രീതിയിലാണ് ഭരണം മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഈ സെനറ്റ് അംഗങ്ങൾക്ക് അധികാരം കൊടുത്തത് ഈ അഗസ്റ്റ്യൂസ് സീസറിന്റെ ഒരു തന്ത്രമായിരുന്നു. സർവവും തന്നിലേക്ക് ആകർഷിക്കാനായിട്ട് സെനറ്റ് പ്രശ്നബാധിത പ്രദേശങ്ങൾ ഉണ്ടാക്കി അവിടെ പ്രശ്നം പരിഹരിക്കുന്നതിന് അദ്ദേഹത്തിന് ഏകാധിപത്യമായിട്ടുള്ള ചില അധികാരങ്ങൾ സെനറ്റിൽ നിന്ന് അദ്ദേഹം നേടിയെടുക്കുകയൊക്കെ ചെയ്തത് ഒരു ഭരണപരമായ തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഒന്നാമത്തെ റോമ സാമ്രാജ്യം ആരംഭിക്കുന്നത്. അതിങ്ങനെ തുടർന്നുണ്ട്. ഒന്നാമത്തേത് അഗസ്റ്റ്യൂസ് സീസർ. അത് ഈ സീസർ എന്നുള്ളത് അദ്ദേഹത്തിന്റെ വീട്ടുപേരായിരുന്നു. അപ്പം അത് തുടർന്നുള്ള 5 രാജാക്കന്മാര് ആ ഒരു സീസർ പദവി നിലനിർത്തി. യഥാർത്ഥത്തിൽ അവരുടെ ഒക്ടോവിയൻ കാലഘട്ടം എന്നാണ് പറയുന്നത്. അഗസ്റ്റ്യൂസ് ഒക്ടോവിയൻ എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത് ടൈബേറിയസ്, മൂന്നാമത്തേത് കലിഗുല, നാലാമത്തെ ക്ലോഡിയസ്, അഞ്ചാമത്തെ ന്യൂറോ ചക്രവർത്തി. അപ്പൊ ഈ 5 പേര്, ന്യൂറോ ചക്രവർത്തി കാലം എന്ന് പറയുന്നത് ഏകദേശം AD 69, 1-2 ആളുകളെ കൂടുതൽ കാലം ഭരിച്ചുള്ള 3, 4, 5 ആളുകളുടെ ഭരണസമയം വളരെ കുറഞ്ഞ ഒരു പീരീഡ് ആയിരുന്നു. നീറോ ചക്രവർത്തിയുടെ കാലത്താണ് റോമ സാമ്രാജ്യ നഗരം കത്തിയിരിക്കുകയും അദ്ദേഹം ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. അതിനേക്കാളുപരി അദ്ദേഹം വളരെ സമർത്ഥനും ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു. ഈ ക്രിസ്തുവിന്റെ മരണശേഷം സെൻപോളിന്റെ ഈ സുവിശേഷത്തിന്റെ ഭാഗമായിട്ട് അനേകം റോമാക്കാര് ക്രിസ്ത്യൻ വിശ്വാസത്തിലേക്ക് വന്നു. അപ്പൊ അവരെ എല്ലാം അടിച്ചൊതുക്കിയത് ഒരു പരിധിവരെ ന്യൂറോ ചക്രവർത്തിയായിരുന്നു. ന്യൂറോ ചക്രവർത്തിയുടെ കാലത്താണ് റോമാ സാമ്രാജ്യം കത്തിയിരിക്കുന്നത്. അപ്പം ന്യൂറോ ചക്രവർത്തിയുടെ ഈ പീഡനം ഇങ്ങനെ തുടർന്നപ്പോൾ അന്നും സെനറ്റിന് ഒരു പരിധിവരെ അധികാരം ഉണ്ടായിരുന്നു. സെനറ്റ് അംഗങ്ങളുടെ ഒന്നും പിന്തുണ ലഭിക്കാതെയാണ് ന്യൂറോ ചക്രവർത്തി കൊല്ലപ്പെടുകയും ചെയ്തതെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ഈ റോമാ ചക്രവർത്തിമാരുടെ എല്ലാം ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇവരെല്ലാവരും വളരെ യങ് ഏജിൽ തന്നെ മിക്കവരും തന്നെ മരണപ്പെട്ടു പോയതായിട്ടാണ് കാണുന്നത്. ഒന്നുമില്ല, അവർക്ക് മക്കളില്ലായിരുന്നു, മക്കൾ ഉണ്ടായിരുന്നവർ മരിച്ചുപോയി, വേറെ ആരെയും അഡോപ്റ്റ് ചെയ്തെടുത്തു. ഈ അഗസ്റ്റ്യൂസ് സീസറിന്റെ മകൻ ടൈബേറിയസ് സീസർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വളർത്തുപുത്രൻ എന്ന് പറഞ്ഞാൽ വേറൊരു റിലേഷനുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആദ്യ വിവാഹത്തിലെ മകനായിരുന്നു ടൈബേറിയസ് സീസർ. ഇങ്ങനെ ഈ റോമാ സാമ്രാജ്യത്തിലുള്ള ചക്രവർത്തിമാർക്കെല്ലാം ഈ എന്തെങ്കിലും ന്യൂനതകളും അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതുകൊണ്ട്, പക്ഷേ അവരുടെ ആ ഒരു കുടുംബ പശ്ചാത്തലവും എല്ലാം രാജവംശവുമായിട്ട് ബന്ധപ്പെട്ടായത് കാരണമാണ് ഇത് കണ്ടിന്യൂ ചെയ്ത് തുടർന്നു പോയത്. അങ്ങനെ തുടർന്നു പോയി AD 300-കളുടെ
ആ 4-ാം നൂറ്റാണ്ടിന്റെ AD 4-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലം ഘട്ടങ്ങളില് അന്നത്തെ റോമ ചക്രവർത്തിയായിരുന്ന ഡയക്ലീഷ്യൻ എന്ന് പറഞ്ഞ റോമ ചക്രവർത്തി, അദ്ദേഹമാണ് ക്രിസ്തുമതം അന്ന് റോമിലെല്ലാം വ്യാപിച്ചതായിരുന്നു. അദ്ദേഹം ക്രിസ്തുമതങ്ങളെ അന്യായമായിട്ട് കൊല ചെയ്യുവാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കിന് വളരെയധികം ആളുകളെ കൊന്നൊടുക്കിയപ്പോഴത്തേക്കിനാണ് അവസാനമായപ്പോഴത്തേക്കിന് അദ്ദേഹത്തിന്റെ ജോലിക്കാരിലും സെനറ്റ് അംഗങ്ങളിലും വളരെയധികം ആളുകൾ ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ളവരായിരുന്നു. അവരെ ഇതിനെ എതിർത്തിട്ടാണ് ഡയക്ലീഷ്യനെ പിന്നീട് കൊലപ്പെടുത്തുകയാണ് ചെയ്തത്. ഡയക്ലീഷ്യന് ശേഷമാണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, കോൺസ്റ്റന്റൈൻ ചക്രവർത്തി റോമിലെ ഭരണം ആരംഭിക്കുന്നു. കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ കാലത്താണ് ക്രിസ്തുമത ഔദ്യോഗിക മതമായിട്ട് റോമക്കാരെ അംഗീകരിക്കുന്നു. അതിനുശേഷമാണ് അവരുടെ ബഹുദൈവ ആരാധന അവർ നിർത്തി ഏകദൈവമായ ക്രിസ്ത്യ വിശ്വാസത്തിലേക്ക് അവർ വന്ന ആ ഒരു മതമാണ് പിന്നീട് AD 476 റോമ സാമ്രാജ്യത്തിന്റെ അസ്തമയം വരെ അത് തുടർന്നുകൊണ്ട് പോവുകയായിരുന്നു. ഇതിനിടയ്ക്കുള്ള ഒന്ന് കാല ചരിത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളുടെ വിഷയം നാണയങ്ങളാണല്ലോ. അപ്പം ഈ ചുരുങ്ങിയ ഈ ക്ലോഡിയസ് കലീബിലാകെ 2-3 കാലഘട്ടം അവരെ വളരെ കുറഞ്ഞ പീരീഡിലെ അവരത് ചക്രവർത്തിമാരായിട്ട് ഇരുന്നിട്ടുള്ളത്. അപ്പൊ അവരുടെ കാലഘട്ടത്തിലെ കോയിനൊക്കെ വളരെ കുറവാണ്. തന്നെ നമ്മൾ വാങ്ങണമെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസീവാണ്. അഗസ്ത്യൂസ് സീസർ ഏകദേശം 40 വർഷത്തോളം ഭരണം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്ത് കോയിനൊക്കെ സുലഭമായിട്ട് കിട്ടും. ഐബേറിയസ് സീസറിൻ്റെതും സുലഭമായിട്ട് കിട്ടും. പിന്നെ ചില രാജാക്കന്മാരും ഏതാനും ദിവസങ്ങളെ ഇരുന്നുള്ള ആ സമയത്തും കുറച്ച് കോയിനുകളൊക്കെ അടിച്ചിട്ടുണ്ട്. അത് വളരെ എക്സ്പെൻസീവും വളരെ റയറായിട്ടുള്ളതാണത്. പിന്നീടുള്ളത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഗ്രീക്ക് കാലഘട്ടമുണ്ട്. ഗ്രീക്ക് ചക്രവർത്തിമാർ, ഗ്രീക്ക് സാമ്രാജ്യം BC 1600 ആരംഭിച്ച് BC 160 ആയപ്പോഴത്തേക്കിന് അതങ്ങ് ക്ഷയിച്ച് റോമ സാമ്രാജ്യത്തിലേക്ക് അതങ്ങ് ലയിക്കുകയാണ് ചെയ്തത്. അപ്പൊ അതില് ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരിയായിരുന്നു അലക്സാണ്ടർ. BC 336 മുതൽ BC 323 വരെയുള്ള കാലഘട്ടങ്ങളിലാണ് ലോകം കണ്ട ഏറ്റവും ശക്തനായ ഒരു ഭരണാധികാരി. ഇന്നത്തേത് വെച്ച് നോക്കുമ്പോൾ അലക്സാണ്ടർ എന്നാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ കൊയിൻ സൊസൈറ്റിയിൽ ഒരാൾ ഒരു അലക്സാണ്ടറുടെ ഒരു കൊയിൻ ഇട്ടതിന് കണ്ടായിരുന്നു, എല്ലാവരും കണ്ടു. അത് വളരെ മനോഹരമായ ഒരു കൊയിനാണ്. ഏകദേശം UNC ജെന്യുയിൻ കൊയിൻ തന്നെയാണ്. ഞാനിവിടെ ഒരെണ്ണം വെച്ചിട്ടുണ്ട്. അത് പക്ഷെങ്കിൽ കുറച്ച് യൂസ്ഡാണ്, മോശം കണ്ടീഷനാണ്. അദ്ദേഹം ക്ലെയിം ചെയ്യുന്നത് അത് 2 രീതിയിലുണ്ട്. അലക്സാണ്ടറുടെ ജീവിച്ചിരുന്ന സമയത്ത് മിന്റ് ചെയ്ത കോയിനുകളും, അതുകൂടാതെ അലക്സാണ്ടറുടെ കാലശേഷം കുറെ കാലം അലക്സാണ്ടറുടെ കോയിനായിരുന്നു, ആ ചിത്രാലേഖനം ചെയ്ത കോയിനായിരുന്നു ഗ്രീക്ക് സാമ്രാജ്യത്തിൽ തുടർന്നുകൊണ്ടിരുന്നത്. ആ കാലഘട്ടങ്ങളിലാണ് കൂടുതൽ കോയിൻ അടിച്ചത്. അപ്പൊ അതിന് കുറച്ച് ഈസിയാണ്. അത് മിന്റ് മാർക്കുകളൊക്കെ പരിശോധിച്ചാണ് അന്നത്തെ തീർക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ ഏകദേശം 2500 വർഷങ്ങൾക്ക് മുമ്പും വളരെ പെർഫെക്റ്റ് ആയിട്ട് അലക്സാണ്ടറുടെ കോയിനൊക്കെ എടുത്ത് നോക്കിയാൽ അതിലെ ചിത്രങ്ങളൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. റോമ സാമ്രാജ്യത്തെ കോയിനുകൾ നോക്കിയാൽ അതിലെയും ഇന്നത്തെ കാലത്ത് നമുക്ക് അടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള പെർഫെക്ഷനോട് കൂടിയുള്ള കോയിനുകളാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതില് ഈ ചില കോയിനുകൾ നോക്കിയാൽ നല്ല പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. അപ്പം ശക്തനായ ഭരണാധികാരി, അതായത് ട്രോജൻ 7ാമത്തെ ചക്രവർത്തിയാണ് ട്രോജന്റെ കാലത്താണ് റോമ സാമ്രാജ്യം ഏറ്റവും അധികം വിസ്തൃതിയിൽ ആയതാണ്. 56 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആയിരുന്നു റോമ സാമ്രാജ്യത്തിന്റെ വ്യാപ്തി. അതിനുശേഷം വീണ്ടും കുറഞ്ഞു വന്ന് AD 473 റോമ സാമ്രാജ്യം അസ്തമിക്കുമ്പോൾ അതിന്റെ പകുതി വ്യാപ്തി മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു സ്ഥലത്തൂടെ അതിനുശേഷം അതിൻ്റെ അവസാനങ്ങളിൽ ഓട്ടോമാൻ എംപയർ വന്നു. പിന്നെ ഇതിന്റെ റോമ സാമ്രാജ്യത്തിന്റെ തുടർച്ചയാണ് ബൈസന്റൈൻ. പക്ഷെ ബൈസന്റൈൻ കാലഘട്ടം വേറെ രീതിയിലാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പക്ഷെ ഒരു പരിധി പറയാമെങ്കിൽ
ഈ റോമാ സാമ്രാജ്യം കിഴക്ക് പടിഞ്ഞാറ് എന്ന രീതിയിലാണ്. കിഴക്കൻ പ്രദേശം ഏഷ്യയോട് ഉൾപ്പെടുത്തിയത്, പടിഞ്ഞാറൻ പ്രദേശം യൂറോപ്പിന്റെ പരിധിയിൽ വരുന്ന ആ ഭാഗങ്ങളായിരുന്നു. ആദ്യം പറഞ്ഞ പോലെ ഈ അഗസ്ത്യൂസ് സീസർ യൂറോപ്യൻ ഏരിയ ഭരിക്കുന്ന റോം കേന്ദ്രമാക്കി, മാർക്ക് ആന്റണി ഏഷ്യ ഏരിയയിലും, ലെപ്പിഡസ് ആഫ്രിക്കയിൽ. ലെപ്പിഡസ് പ്രായമുള്ള ആളായിരുന്നു. അദ്ദേഹം ഏതാണ്ട് 2-3 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം ഭരണമൊക്കെ ഇതില് കാര്യമായിട്ട് ഇടപെടാൻ വയ്യാത്ത രീതിയിൽ പ്രായമായി തീർന്നു. പിന്നെ മാർക്ക് ആന്റണി ശക്തനായിരുന്നു. പക്ഷെ മാർക്ക് ആന്റണിയാണ് അപ്പോഴാണ് ക്ലിയോപാട്രയെ വിവാഹം കഴിക്കുന്നത്. ക്ലിയോപാട്രയെ വിവാഹം കഴിച്ചതിന് ശേഷം അദ്ദേഹത്തിന് ഭരണത്തില് അത്ര ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പം ക്ലിയോപാട്രയുടെ സൗന്ദര്യത്തിൽ ആകർഷിതരായി മുഴുവൻ സമയം അവരുമായിട്ടുള്ള ഇതിലായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കിന് ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അഗസ്ത്യൂസ് സീസർ മാർക്ക് ആന്റണിയെ കീഴ്പ്പെടുത്തി യുദ്ധത്തിലൂടെ പരാജയപ്പെടുത്തി കൊന്നു കളഞ്ഞു. പിന്നെ ക്ലിയോപാട്രയാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചെന്നുള്ള രീതിയിൽ വന്നു. ക്ലിയോപാട്ര രണ്ടാമത് അഗസ്ത്യൂസ് സീസറിനെ പാട്ടിലാക്കാനായിട്ട് ഒരു ശ്രമം നടത്തി. അതിലും വിജയിക്കാതെ വന്നപ്പോഴാണ് വിഷസർപ്പത്തെ പുണർന്ന് അതിന്റെ കടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ് ക്ലിയോപാട്ര അന്ത്യത്തെ കുറിച്ച്. അതിനുശേഷം ഈ 3 ഏരിയയും അന്നത്തെ കാലത്തെ അഗസ്ത്യൂസ് സീസറുടെ കാലഘട്ടം ഉണ്ടായിരുന്നു. ഇതിനുശേഷമാണ് ബൈസന്റൈൻ സാമ്രാജ്യം വന്നത്. ബൈസന്റൈൻ സാമ്രാജ്യത്തിലെ കോയിനുകളും 2-3 കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനകത്താണ് അപ്പം ക്രിസ്ത്യ സഭ വളർന്നായിരുന്നു. അപ്പം അന്നത്തെ കാലഘട്ടത്തിലെ കോയിന്റെ യേശുക്രിസ്തുവിന്റെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തായിരുന്നു ബൈസന്റൈൻ കോയിനുകൾ. അതിനകത്ത് 1-2 അങ്ങനെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് കാണാം. തുടർന്നത് 1400 വരെ ഈ ബൈസന്റൈൻ സാമ്രാജ്യം, അതായത് റോമാ സാമ്രാജ്യത്തിന്റെ തുടർച്ച ബൈസന്റൈൻ സാമ്രാജ്യം വരെ നിലനിന്നിരുന്നു. എങ്കിൽ ഓരോ ചക്രവർത്തിമാരും എത്ര ശക്തരായിരുന്നു എന്നുള്ളതിന് അവരുടെ നാണയങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് ട്രാജൻ വളരെ ശക്തനായിരുന്നു. അദ്ദേഹത്തിന്റെ കാലത്താണ് ഏറ്റവും റോമാ സാമ്രാജ്യം ഏറ്റവും വികസിച്ചത്. അദ്ദേഹത്തിന്റെ കൊയിൻ ഇവിടെ ഇരിപ്പുണ്ട്. ട്രാജന്റെ കൊയിൻ നോക്കിയാൽ ഇത്രയും കൊയിൻ ഇരിക്കുന്നതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കൊയിനും ഏറ്റവും ക്ലാരിറ്റി ഉള്ള കൊയിനും കാണാനായിട്ട്. ഓരോ ചക്രവർത്തിമാർ എപ്രകാരം ശക്തരായിരുന്നു അവരുടെ നാണയങ്ങളും ആ ഒരു ശക്തി നമുക്ക് കാണാനായിട്ട്. പിന്നീടുള്ള ഹാർഡിയാണ്. ഹാർഡിന്റെ കോയിനും വളരെ നല്ലതാണ്. ഈ ലേറ്റർ പീരീഡ് ആയപ്പോഴത്തേക്കിന് 200 അവസാനം 300 റോമാ സാമ്രാജ്യം കുറേശ്ശെ ക്ഷയിക്കാൻ തുടങ്ങിയത്. അപ്പോഴത്തേക്കും നമ്മൾ നോക്കിയാൽ ആ കോയിനുകളുടെ അത് വ്യത്യാസം. ഫുൾ സിൽവർ എന്നുള്ള കണ്ടന്റ് മാറി അത് ബില്യൺ എന്നുള്ള മെറ്റീരിയലിലേക്ക് വന്നു. ബില്യൺ എന്ന് പറയുമ്പോൾ സിൽവറിന്റെ കണ്ടന്റ് കുറവാണ്, കോപ്പറിന്റെ അംശമാണ് കൂടുതൽ. അതും ഇതിനകത്തുണ്ട്. അതും നമുക്ക് അതിനെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. അപ്പം ഈ കാലഘട്ടങ്ങളിലെ ചരിത്രത്തിന്റെ പഠനത്തിന് ഏറ്റവും അധികം സഹായിക്കുന്നത് ഒരു പരിധി വരെ നാണയങ്ങളാണ്. നാണയങ്ങളുടെ ആ ഒരു പലപ്പോഴും പല ചരിത്രകാരന്മാരും ചരിത്രത്തെ കുറിച്ചുള്ള പഠനത്തിന് പ്രധാനപ്പെട്ട അടിസ്ഥാനമാക്കിയിരിക്കുന്ന അതാത് കാലഘട്ടങ്ങളിലുള്ള നാണയങ്ങളാണ്. അപ്പൊ നാണയങ്ങള് ചരിത്രത്തിൽ ഒട്ടും പുറകിലല്ല, ഏറ്റവും മുമ്പിൽ തന്നെയുള്ളതാണ്. ജനറലായിട്ട് ഇത്രയും കാര്യങ്ങളാണ് റോമൻ കോയിനെ കുറിച്ച് പറയാനുള്ളത്. ഈ 400 ആയപ്പോഴത്തേക്കിന് സിൽവർ കോയിനുകൾ പൂർണ്ണമായിട്ട് തന്നെ കഴിഞ്ഞിട്ട് പിന്നെ അത് ബ്രോൺസ് കോയിനിലേക്ക് വന്നു. പിന്നീടുള്ള കാലം ഏറ്റവും അവസാനത്തെ ചക്രവർത്തിമാരുടെ സിൽവർ കോയിൻ സെർച്ച് ചെയ്താൽ പോലും നോക്കിയാലും കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് ബ്രോൺസ് കോയിനാണ്. പക്ഷെ ഈ ആദ്യകാലത്തെ ജൂലിയസ് സീസർ എന്ന് പറയുമ്പോൾ റോമാ റിപ്പബ്ലിക്കൻ അവസാനിക്കുകയാണ്. ജൂലിയസ് സീസറുടെ കോയിനുകളും അതിലൊരു സ്ഥലത്ത് ജൂലിയസ് സീസറിന്റെ ഹെഡും മറ്റേ സൈഡിൽ ഒരു ആനയുടെ പിക്ചറും ഉള്ളതാണ്. ഞാൻ എൻ്റെ ഈ റോമൻ കോയിനുകളെല്ലാം കളക്ട് ചെയ്ത് ഏകദേശം 2005, 6, 7, 8 കാലഘട്ടങ്ങളിലാണ്. ഈബേയിലൂടെ മറ്റ് സൈറ്റുകളിലൂടെയൊക്കെയാണ് ഇത് വാങ്ങിച്ചുകൊണ്ടിരുന്നത്. അത് ഏകദേശം ഒരു 3000, 4000, 5000, 6000 റേഞ്ചിലൊക്കെയാണ് ഓരോ കോയിൻ കിട്ടിക്കൊണ്ടിരുന്നത്. അന്ന് ജൂലിയസ് സീസറിന്റെ ഒരു കോയിൻ വാങ്ങാനായിട്ട് നോക്കിയപ്പോൾ ഏകദേശം ഒരു അന്ന് ഡോളറിന് 48 രൂപ 50 രൂപയാണ് ഉള്ളത്. $1500 പോലും കിട്ടിയത് ഒരു ജൂലിയസ് സീസർ കോയിൻ കിട്ടിയില്ല. അന്ന് അത്രയ്ക്ക് ഡിമാൻഡായിരുന്നു. അതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്.
ഇത്രയാണ് റോമൻ കോയിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇതിൽ വലിയൊരു ആധികാരികമായിട്ട് പറയാൻ അറിയില്ല. എങ്കിലും അത്യാവശ്യം പല കാലഘട്ടങ്ങളിൽ കോയിൻ ഇത്രയും കളക്ട് ചെയ്ത് അതിലൂടെ ഓരോരോ കാലഘട്ടങ്ങളിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാര്യങ്ങൾ അറിയാനായിട്ട് സാധിച്ചത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാനോ നമുക്ക് ചോദിക്കാമെങ്കിൽ നമുക്ക് പരസ്പരം അങ്ങോട്ട് നിങ്ങൾ അറിയാവുന്ന ഷെയർ ചെയ്ത് ചെയ്യാറുണ്ട്. ആദ്യം അതായത് റോമൻ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഈ BC 4-ാം നൂറ്റാണ്ടിലാണ് അന്ന് ആദ്യം കോപ്പർ കോയിൻ അടിച്ചത്. അതോടൊപ്പം തന്നെ തുടർന്ന് തന്നെ സിൽവറും ഗോൾഡ് കോയിനും വന്നു. അത് ഈ ഗോൾഡ് കോയിനുണ്ട് ഓസ്ട്രീഷ്യയുടെ കാലത്തും അതിന് മുമ്പത്തെ ശേഷമുള്ള ആ കാലഘട്ടങ്ങളുടെ ഗോൾഡ് കോയിനും ഉണ്ട്. അത് 8 ഗ്രാമിനുള്ള ഇപ്പോഴും ഉണ്ട് 8 ഗ്രാമിനുള്ളത്. അത് നമ്മൾ ആരുടെയും കയ്യിലിരിക്കും നോക്കിയാൽ നടുക്ക് ഒരു വെട്ട് കാണും. വെട്ട് കാണുമെന്ന് പറയുമ്പോൾ വെട്ട് എന്തിനാണെന്ന് വെച്ചാൽ അത് ഗോൾഡിന്റെ പ്യൂരിറ്റി അറിയാനായിട്ട് വെട്ടിയതാണ്. പക്ഷെ വെട്ട് മിക്കതും ആ ചക്രവർത്തിയുടെ തല നടുവെ പിളർന്നുള്ള വെട്ടാണ്. അത് വെട്ടുള്ള നമ്മളൊരു 100 കോയിൻ റോമൻ കോയിൻ ഗോൾഡ് കോയിൻ എടുത്ത് നോക്കിയാൽ അതിലൊരു 40 എണ്ണത്തിൽ ഈ വെട്ട് കാണും. നമ്മുടെ ഈ മുഗൾ സാമ്രാജ്യത്തിലെയും സുൽത്താനേറ്റിലെയും കോയിനകത്ത് ചെറിയ സിൽവറിന്റെ പ്യൂരിറ്റി നോക്കാനായിട്ട് ചെറിയ ഹോള് ഇല്ലേ യൂസ് ചെയ്തിട്ടാണ് അതിന്റെ പ്യൂരിറ്റി നോക്കാൻ. അതാ ഹോൾ എടുത്തിട്ടാണ് എടുത്തത്. അതുപോലെ റോമനിലെ ഗോൾഡ് കോയിനിലാണ് സിൽവർ കോയിനില് അങ്ങനെ കാണാനായിട്ട് പറ്റിയിട്ടില്ല. പഠിക്കാൻ പോകുമ്പോൾ റോമൻ കോയിൻസ് ആണ് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അതേമാതിരി തന്നെ ഇന്ത്യക്ക് വരുമ്പോ ഏകദേശം റോമിന്റെ അനുകരണം കൂടുതൽ വരുന്നത് ഇൻഡോ ഗ്രീക്ക് കോയിൻ നമ്മൾ എടുത്ത് നോക്കിയാല് ഓൾമോസ്റ്റ് റോമൻ കോയിന്റെ അതേ പിക്ചറും ആണ്, അതേ ആകൃതിയും അതേ വലിപ്പവും എല്ലാമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അശോക വരുമ്പോ കോയിൻസ് വരുന്നു. പിന്നെ വരുന്നത് ഗുപ്ത കോയിൻസ്, നല്ല ഗുഡ് ക്വാളിറ്റി ഗോൾഡ് കോയിൻസ് വരുന്നുണ്ട്. അശോക പീരീഡ് എനിക്കൊന്ന് കോയിൻ ഇല്ലെന്ന് തോന്നുന്നു. അശോക BC വളരെ പുറകിലില്ലായിരുന്നു. അന്ന് കോയിനിന്റെ ഇതില്ല. കോയിൻ ആദ്യത്തെ ഇതിൽ പറയുന്നത് തന്നെ BC 4-ാം നൂറ്റാണ്ടിലാണ്. ഇന്നത്തെ നമ്മുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഡബ്ബ് കോയിൻ നമ്മൾ സാധാരണ കാണാറുണ്ടല്ലോ, ആ ഒരു ആകൃതിയിലുള്ള ഒരു നാണയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് BC 4-ാം നൂറ്റാണ്ടിലാണ്. റോമൻ നാണയങ്ങളൊക്കെ ഈ പറവൂർ ഭാഗത്തൊക്കെ തോന്നും ആ ഭാഗത്ത് കിട്ടിയത്. നമ്മുടെ ശശിഭൂഷൺ സാറ് ഒക്കെ പോയാണ് അത് ഒരു പരിധിവരെ ഐഡന്റിഫൈ ചെയ്ത് കൊടുത്തത് പറയുന്നത്. പക്ഷെ അതിൻ്റെ അകത്ത് ഈ സാധാരണ നമ്മളിവിടെ ഞാനിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതെല്ലാം ഒരു 3 തൊട്ട് 3.2 ഗ്രാം വരെയുള്ള ആ ഒരു വെയിറ്റിലുള്ള ദ്രാക്ഷം എന്നുള്ള ദിനാർ എന്നുള്ള ഒരു കോയിനുകളാണ്. അത് പല വെയിറ്റുകളിലുള്ള ഒരു കോയിനുകളുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇവിടെ ഈ ഭാഗത്തു നിന്ന് കുറച്ച് വെയിറ്റ് അധികമുള്ള കോയിൻ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഇത് പുറത്തുനിന്ന് വാങ്ങിയത്, ഇവിടുത്തെ കിട്ടിയ ഒന്നുമില്ല. സിൽവറും ഗോൾഡും, അതായത് ശശിഭൂഷൺ സാറ് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സമയത്ത് കൊടുങ്ങല്ലൂർ പോയിട്ട് 170 കോയിനാണ്. 170 ഗോൾഡായിരുന്നു. ഗോൾഡ് കോയിനാണ് കിട്ടിയെന്ന് പറയുന്നത്. പള്ളൂർ ഗോൾഡ്. അത് ഈ ശശിഭൂഷൺ സാറ് പോയി ഐഡന്റിഫൈ ചെയ്ത് 170 ഗോൾഡ് ആയിരുന്നു. ഉണ്ട്. അത് അന്ന് അദ്ദേഹം എല്ലാം പറഞ്ഞായിരുന്നു. കണ്ണൂർ ഭാഗത്ത് കുറെ കിട്ടി. തമിഴ്നാടിന്റെ ഈ ഈറോഡ് തിരുപ്പൂർ ഭാഗത്തു നിന്ന് അവിടുന്ന് കുറച്ച് റോമൻ കോയിൻ കിട്ടിയായിട്ട് തലച്ചോറൊക്കെ വയനാട് ജില്ലയിലെ കോട്ട. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ റോമൻ പക്ഷെ ആ ഒരു നാണയങ്ങൾ എന്ന് എനിക്ക് തോന്നുന്നു എല്ലാം ഒരുക്കി അധികം സാധാരണക്കാരും ട്രേഡേഴ്സിന്റെ കയ്യിൽ വന്ന് റെക്കോർഡ് ഏറ്റവും വലിയ ട്രസ്റ്റ് എന്താ
ഇതിപ്പോ ആള് പറഞ്ഞില്ലേ മറ്റേ പറവൂരിന്ന് കിട്ടിയത് 252 252 അതില് 170 റിക്കവറി നടത്തി. റിക്കവർ. ഓ ഓ, ബാക്കിയുള്ളതെല്ലാം പോയി ആളെന്ന് പറഞ്ഞു ബാക്കിയുള്ളത് മുഴുവനും പണിക്കാര് കൊണ്ടുപോയി. അതിനൊരു പ്രത്യേകത വേൾഡിൽ നിന്ന് ആദ്യമായിട്ട് റോമൻ മിന്റ് കോയിൻ, അതായത് അൺയൂസ്ഡ് കോയിൻ കിട്ടിയിട്ടുള്ളത് വേൾഡില് ഈവൻ റോമിൽ നിന്ന് പോലെ കിട്ടിയിട്ടില്ല അൺയൂസ്ഡ് കോയിൻസ്. എന്തായാലും റോമൻ കോയിൻ കളക്ട് ചെയ്താല് നമ്മുടെ ആദ്യകാലഘട്ടങ്ങളിലെ ഒരു കോയിന്റെ ഒരു കളക്ഷന്റെ നമ്മുടെ കൈവശം ഉണ്ടെന്ന് പറയാം. ഇതിൽ ഓരോ 1-2 കോയിൻ പോലും ആണെങ്കിലും എല്ലാവരും കളക്ട് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കുക. സമയം അവസാനിച്ചില്ലേ?